പാവപ്പെട്ട ഭക്തൻ്റെ 4 വോട്ടുകൾ പെട്ടിയിലാവാൻ നിങ്ങൾക്ക് ഈ ഗാനം ആവശ്യമായിരുന്നു. അധികാരത്തിലെത്തിയപ്പോൾ നിങ്ങൾ ഈ ഗാനം മറന്നു, ഈ നിലപാടുകൾ മറന്നു. എന്നാൽ ഞങ്ങൾ മറന്നിട്ടില്ല. 3 പേരാണെങ്കിൽ അവർ അത് ചോദിച്ചു കൊണ്ടേയിരിക്കും. ഇതിന് ഉത്തരം കിട്ടുന്നതുവരെ അത് ചോദിച്ചു കൊണ്ടേയിരിക്കും. ഭക്തർക്ക് നീതി കിട്ടുന്നതുവരെ ഇത് ചോദിച്ചു കൊണ്ടേയിരിക്കും. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. വളരെ വ്യാപകമായി ഈ ഇരിക്കുന്ന നിയമസഭാ സാമാജികർ അടക്കം പാടിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ എന്താണോ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇവർ ഉന്നയിക്കപ്പെട്ടത്, അത് ഭരണകക്ഷിയായി മാറിയപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു നിലപാടും, കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ള, കേരളത്തിലെ ഭക്തജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ആ സംഭവത്തെ സംബന്ധിച്ച് ഒരു വാചകം ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇല്ല എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കേരളത്തിലെ ഒരു രാജ്യസഭാംഗം ഇപ്പോ ഈ വിവാദ വിഷയം വന്നപ്പോൾ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഒരു രാജ്യസഭാംഗം പറഞ്ഞത് 15 വർഷക്കാലമായി CMRL 182 കോടി രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട്. ആ ഡയറിയിൽ ആരുടെയൊക്കെ പേരുണ്ട്, ആ പേരൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലപാടുകളുടെ രാജകുമാരൻ അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നത് വളരെ നല്ലതായിരിക്കും.